ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ്. വരുന്ന തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം നടക്കുക. സമീപകാലത്ത് ഒരുപാട് പുരോഗതി കൈവരിച്ച ഒരു ടീമാണ് ജപ്പാൻ. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ജപ്പാൻ ബ്രസീലിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഫുട്ബോൾ ലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജപ്പാൻ ബ്രസീലിന് വെല്ലുവിളി ഉയർത്തും എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരുടെ പരിശീലകനായ ഹാജിമെ മൊറിയാസു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മത്സരത്തിൽ ബ്രസീലിന് മുൻതൂക്കമില്ല, 50-50 ചാൻസ് ആണ് ഉള്ളത്. രണ്ടു പേർക്കും ഒരുപോലെ വിജയ സാധ്യതയുള്ള ഒരു മത്സരമാണ് ഇത്. അതിൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ മത്സരമാണ്. അന്ന് ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ജപ്പാന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൊറിയാസുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ വളരെ എളുപ്പമുള്ള എതിരാളികളായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സ്റ്റെപ്പാണ്. ബ്രസീലിനെതിരെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ വിജയം നേടാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപാട് ബ്രസീലിയൻസ് ജപ്പാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രസീലും ജപ്പാനും തമ്മിൽ എല്ലാ കാലത്തും നല്ല ബന്ധം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ മത്സരത്തിൽ ബ്രസീലിന് ഒരു മുൻതൂക്കമില്ല. രണ്ട് ടീമുകൾക്കും 50-50 ചാൻസ് ആണ് ഉള്ളത്. ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ തെളിയിച്ചതാണ്. ബ്രസീലിനോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ മത്സരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തതയും ഉണ്ട്. ഇതാണ് ജപ്പാന്റെ പരിശീലകനായ മൊറിയാസു പറഞ്ഞിട്ടുള്ളത്. ഈ പരിശീലകന്റെ കീഴിലാണ് ജപ്പാൻ ഇത്രത്തോളം പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. ഏതായാലും നല്ല ഒരു തീപ്പാറും പോരാട്ടം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ ആ തോൽവിക്ക് ഒരു കണക്ക് വീട്ടേണ്ടതുണ്ട്, പ്രതികാരം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജ്ജത്തോടു കൂടി ബ്രസീലിയൻ താരങ്ങൾ കളിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.